അതെ, കണ്ണനെ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഓരോരോ പരീക്ഷണങ്ങളിലാട്ടോ. ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേ. ആദ്യം തന്നെ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണേ. എനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊന്നും ആദ്യം അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അസർ സ്കൂളിലെ ജംഷീല മിസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. ഞാനൊരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയില വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചക്കറി ഇതാ ഈ കയ്യിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് ഒരുവിധം. പിന്നെ അതിന് സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കോഴിമുട്ട അങ്ങോട്ട് കൊത്തിപ്പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കോഴിമുട്ട കേട്ടോ, അത് കൊത്തിപ്പൊരിച്ചെടുത്തു. പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ക്യാരറ്റ് ലെറ്റ്യൂസ് ഉണ്ട്, അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീൻസൊക്കെ വേണ്ട എടുത്തിടാം, ഉണ്ടായിരുന്നില്ല. പിന്നെ സവാളയാണ് എടുത്തിട്ടുള്ളത്, അതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അതുണ്ടായിരുന്നില്ല. കേബേജും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ്. എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ടയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം. അതിനൊപ്പം വേണമെങ്കിൽ എന്താ പറയുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, പിന്നെ കണ്ണനുള്ളതല്ലേ, അതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. ഇടയ്ക്ക് എൻ്റെ മോന്തെന്ന് കാണിക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറടിച്ചാലോ. പിന്നെ എൻ്റെ മോന്തെന്ന് കാണിക്കുകയാണെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുന്നത് വേണ്ട, ജസ്റ്റ് ആ റോ ആയിട്ടുള്ളതൊന്നും മാറണ വരെ അതിലേക്ക് കോഴിമുട്ട ഇട്ടു. വേവിച്ച് വെച്ച ബസ്മതി റൈസ് നല്ല വൈറ്റ് കളറിലാണ്, അതുകൊണ്ട് അത് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. അതിൽ നാരങ്ങ നീരും മാത്രം ഒറ്റിച്ചിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ, അതുകൊണ്ടാണ് വെളുത്ത കളറിൽ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല വെളുത്ത ഫ്രൈഡ് റൈസ് റെഡി. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് സോയ സോസ് ഒഴിക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. സോയ സോസും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് അലങ്കോല പരിപാടികൾ വേണമെങ്കിൽ ഇതിലേക്ക് മുന്തിരിയും ഇതൊക്കെ ചേർക്കാം, അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാം. നമ്മുടെ റെഡിയായി.